ഇന്ന് ഡിന്നറിന് ഒരു ചിക്കൻ സൂപ്പായാലോ? ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ വെജിറ്റബിൾ എടുത്തേക്കുന്നത് ബ്രൊക്കോളിയും കോളിഫ്ലവറാണ്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ഇത് ഞാൻ തിളച്ച വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിന് വേണ്ടത് റാഗിയാണ്. നിങ്ങളുടെ കയ്യിൽ റാഗി പൊടി ഉണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിലൊന്ന് കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തത് കാരണം ഞാനിവിടെ അരച്ചെടുത്തതാണ്. ഇനി സൂപ്പിന് വേണ്ട ചിക്കൻ പീസ് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ, കരിയരുത്. ഇനി ഇതിലേക്ക് ബ്രൊക്കോളിയും കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രൊക്കോളിയും കോളിഫ്ലവറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ റാഗി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈയിളക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ റാഗി ഉള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പ് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും നോക്കിയിട്ട് അതിട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നേരം വെജിറ്റബിൾസ് വഴറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് വേവുന്നത് വരെ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അതേ വെള്ളത്തിലേക്ക് തന്നെ റാഗി ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. വെജിറ്റബിൾസ് വെന്ത അതേ വെള്ളത്തിൽ തന്നെ റാഗി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.